ഇന്ന് നമുക്ക് സോസേജ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സോസേജ് പെപ്പർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയില്ലെങ്കിലും സോസേജ് വെറുതെ ആണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് അല്ലേ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാത്രം കാലിയാവുന്ന വഴി അറിയിലുണ്ടാവില്ല. അപ്പോൾ സോസേജ് ഐസെല്ലാം കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ടുണ്ട് ഞാൻ. സോസേജ് കഴുകി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഒരു മസാലയും ഞാൻ ചേർക്കുന്നില്ല സോസേജിൽ, അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു ഷാലോ ഫ്രൈ മതിയാവും. കാരണം കുറച്ച് ഓയിൽ ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. കാരണം മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മസാല നമ്മൾ സവോളയൊക്കെ നമുക്ക് വഴറ്റുമ്പോൾ അതിലേക്ക് മസാല ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കതിനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. നമുക്കിനി പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ അതേ പാനിൽ തന്നെയാണ് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ വാടിയതിന് ശേഷം ഒരു 3 സവോള എടുക്കുക. ഇനി പച്ചമുളകും ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഈ പച്ചമുളക് കുറച്ച് കൂടുതലിട്ട് നമുക്ക് മുളക് പൊടിയുടെ യൂസ് കുറയ്ക്കാൻ പറ്റും, അപ്പോൾ അത് ശ്രദ്ധിക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു പേരിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, ലോയിലേക്ക് മാറ്റേണ്ട. സവാള നമുക്ക് നന്നായിട്ട് അങ്ങനെ വഴണ്ട് കിട്ടേണ്ട, ഒരു കടിക്കുന്ന ടൈപ്പിൽ തന്നെ കിട്ടണം. ഇനി ഒരു തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോസേജിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. സോസേജിനെ ഇട്ട് കൊടുത്ത് ആദ്യം ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇളക്കുക കേട്ടോ. കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ സോസേജിലേക്ക് ആ മസാലകൾ പിടിക്കണം. നന്നായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. അടച്ച് വെച്ചില്ലെങ്കിലും ഒന്ന് തീ കുറച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു പരുവാകുമ്പോൾ മല്ലിയില ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കുക. നല്ല കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിന്ന് ഡിന്നറാണ്, അപ്പോൾ ചപ്പാത്തിയാണ് ഡിന്നറിന്, ചപ്പാത്തിയും സോസേജുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.